എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിന്ദു പ്രസാദ്, അക്യുലൈഫ് അക്യുപഞ്ചർ ക്ലിനിക്, കലൂർ, ആസാദ് റോഡിൽ. നേരത്തെ ബാങ്ക് റോഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ആസാദ് റോഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് റൂട്ടൊന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കലൂർ മാതൃഭൂമി, അതായത് മെട്രോ പില്ലർ നമ്പർ 576 ഓപ്പോസിറ്റ് ആസാദ് റോഡിലാണ്. അപ്പോൾ ആസാദ് റോഡിൽ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ കണ്ടു നോക്കുക. ഇത് ഓട്ടോ സ്റ്റാൻഡാണ്. ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ട് മിനിമം ചാർജ് മാത്രമേ ഉള്ളൂ. 30 രൂപ കൊടുത്താൽ മതി നമ്മളുടെ ക്ലിനിക്കിലേക്ക് എത്താൻ. ഈ ആസാദ് റോഡിൽ കുറച്ച് ദൂരം എത്തുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് റിന്യൂവൽ സെൻറ്റർ കാണാം. അപ്പം അത് നിങ്ങൾ നോട്ട് ചെയ്ത് വരിക. റിന്യൂവൽ സെൻറ്റർ കഴിഞ്ഞ് കുറേ കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അധിക ദൂരമില്ല, മിനിമം ചാർജിനുള്ളതേ ഉള്ളൂ ഓട്ടോയ്ക്ക് വരികയാണെങ്കിൽ. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വീണ്ടും കാണാനുണ്ട് ഫോക്കസ് ഐ ക്ലിനിക്കാണ്. ഫോക്കസ് ഐ ക്ലിനിക്ക് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരിക. അതായത് ക്ലിയറായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് പലർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ ആസാദ് റോഡിൽ എവിടെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ റൂട്ടിട്ട് കൊടുക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നില്ല. അപ്പം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ചേരാതൃക്കോവിൽ ക്ഷേത്രം കാണാം. അതും കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഗേറ്റ് വേ ഉണ്ട്, ഹെയർ ഫിറ്റിംഗ്. ഇത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന റോഡ് നമ്മൾ കത്രിക്കടവ് കലൂർ റൂട്ടിൽ വരുന്നവർക്ക് ബിസ്മിയുടെ അടുത്തുകൂടി ഇവിടെ ആസാദ് റോഡിൽ വന്നിറങ്ങാം. ആസാദ് റോഡിൽ വന്നിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ കലൂർ കത്രിക്കടവ് റോഡിൽ വരുന്നവരാണെങ്കിൽ ബിസ്മിയുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ആസാദ് റോഡിൽ വന്നിറങ്ങാൻ കഴിയും. അപ്പോൾ അത് ഒന്നുകൂടി എളുപ്പമാണ്, കലൂർ വന്നിട്ട് വരുന്നതിനേക്കാൾ നല്ലതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വൈലോപ്പള്ളി ലൈനാണ്. ഈ ഓട്ടോ തിരിഞ്ഞു പോകുന്നത് വൈലോപ്പള്ളി ലൈനാണ്. ഈ വൈലോപ്പള്ളി ലൈനിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ക്ലിനിക്കുള്ളത്. അതിൻ്റെ ഇവിടെ ഒരു എംബ്ലവും അക്യുപഞ്ചറിനുള്ള ബോർഡും ഉണ്ട്, ആൻറ്റി ഗ്രാവിറ്റി ട്യൂഷൻ സെൻ്ററുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പം ഇതുപോലൊരു എംബ്ലം നമ്മൾ വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിൽ അക്യുപഞ്ചറിൻ്റെ ഒരു എംബ്ലം, നീഡിൽ കുത്തിയ ഒരു എംബ്ലം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി. റൈറ്റ് സൈഡിലാണ് ആസാദ് റോഡിൽ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പം വീണ്ടും ഒന്നുകൂടി കണ്ടു നോക്കുക. അതായത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ റൂട്ടുകളെല്ലാം തന്നെ പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് അക്യുപഞ്ചർ ക്ലിനിക്കിലുള്ള സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അക്യുപഞ്ചറുണ്ട്. അതായത് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഓർഗണിൻ്റെയും റൂട്ട് മനസ്സിലാക്കി എന്ത് രോഗമാണോ അതിൻ്റെ പോയിൻ്റ് നോക്കി നീഡിൽ കുത്തിയിട്ടുള്ള ചികിത്സയുണ്ട്. അതുപോലെ തന്നെ സുജോക്ക് തെറാപ്പിയുണ്ട്. സുജോക്ക് എന്ന് പറയുമ്പോൾ സീഡുകൾ ഉപയോഗിച്ച് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുജോക്ക് എന്ന് പറയുമ്പോൾ സീഡുകൾ ഉപയോഗിച്ചിട്ടുള്ള, അത് കൈയുടെ വെള്ളയ്ക്കും കാലിൻ്റെ വെള്ളയ്ക്കുമാണ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ സുജോക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ റിഫ്ലക്സോളജി ഉണ്ട്. റിഫ്ലക്സോളജിയും കാലിൻ്റെ മുട്ടിന് താഴേക്കാണ്. കാലിൻ്റെ ഓരോ ഓർഗൺ നോക്കിയും അതിൻ്റെ ഏത് ഓർഗണിനാണോ പ്രശ്നം അത് നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത് റിഫ്ലക്സോളജി എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ കോസ്മെറ്റിക് അക്യുപഞ്ചറുണ്ട്. കോസ്മെറ്റിക് അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസ്, നമ്മൾക്ക് ഓരോ വർഷം കഴിയും തോറും ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏജ് കൂടാതെ ഇരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എത്ര ഏജ് കൂടാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അക്യുപഞ്ചറിൽ വന്ന് കോസ്മെറ്റിക് അക്യുപഞ്ചർ ചെയ്യുന്ന സമയത്ത് എത്ര വയസ്സാണോ നിങ്ങൾക്കുള്ളത് അതൊരു 5 വർഷം കഴിഞ്ഞാലും ആ വയസ്സ് തന്നെയായിരിക്കും നിങ്ങളെ കണ്ടാൽ മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങളുടെ ഏജ് കുറച്ച് കൊണ്ടുവരാൻ എന്നല്ല പറയുന്നത്. നിങ്ങൾ അക്യുപഞ്ചർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എത്രയും മുൻപേ ചെയ്യുന്നോ അത്രയും നല്ലതാണ്. അപ്പം 40 വയസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ 10 വർഷം കഴിഞ്ഞാലും 40 വയസ്സേ തോന്നുകയുള്ളൂ. അതുപോലെ 20 വയസ്സിലാണ് നിങ്ങൾ ചെയ്യുന്നത് കോസ്മെറ്റിക് അക്യുപഞ്ചർ എങ്കിൽ തീർച്ചയായിട്ടും 10 വർഷം കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ 20 വയസ്സിൻ്റെ ഒരു ഫീലേ തോന്നുള്ളൂ മറ്റൊരാൾക്ക് നിങ്ങളെ കണ്ടാൽ. തീർച്ചയായിട്ടും അത് 100% ഞാൻ അതിന് ഉറപ്പ് തരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോസ്മെറ്റിക് അക്യുപഞ്ചർ ചെയ്യാൻ ഒരു വർഷം കൂടി വൈകുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം മുമ്പേ വന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമുക്കിവിടെ റേഗി ഹീലിംഗ് ഉണ്ട്. റേഗി ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ നെഗറ്റീവ് എനർജിയെ പുറത്ത് കളഞ്ഞ് പോസിറ്റീവിനെ കയറ്റുന്നതുണ്ട്. അത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നില്ല, അല്ലാതെ ആർക്കും ഏത് സമയവും വന്ന് പോസിറ്റീവ് കയറ്റാൻ പറ്റുന്നതാണ്. അതായത് എനർജി യൂണിവേഴ്സൽ പവർ വെച്ചിട്ടാണ്. അത് അല്ലാതെ ഒരു മതത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, യൂണിവേഴ്സൽ പവർ ഉപയോഗിച്ചിട്ടാണ് ഹീലിംഗ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് എനർജി കളഞ്ഞ് അത് ചിലർ വന്നിട്ട് അവരുടെ രോഗങ്ങൾ, അവർക്ക് എന്തെങ്കിലും ശരീരത്തിന് പ്രശ്നങ്ങൾ
പ്രശ്നങ്ങളുണ്ട്, വിട്ടുമാറാത്ത പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അതിനും ചെയ്യാം നമുക്ക്. ഇനി ഡിസ്റ്റൻസിൽ ഇരുന്നു കൊണ്ട് ഇപ്പം പുറത്ത് ദുബായിലാണ് അല്ലെങ്കിൽ സൗദിയിലാണ്, അവിടെയുള്ളവരും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് നല്ല റിസൾട്ടുകളുണ്ട്. അത് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഓരോരുത്തർ റിവ്യൂ തന്നിട്ടുള്ളത് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി നോക്കാം. അപ്പം പിന്നെ റേഗി ഹീലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്യുപഞ്ചർ, സുജോക്ക്, റിഫ്ലക്സോളജി, അതുപോലെ തന്നെ ഓറിക്കുലർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ചെവിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ചെവിയിൽ എല്ലാ ഓർഗണും ഉണ്ട്, എല്ലാ ഓർഗൻസും നമ്മുടെ ചെവിയിലും ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ്, അത് എന്താണോ പ്രശ്നം അത് നോക്കിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുദ്രാ തെറാപ്പി ഉണ്ട്. മുദ്രാ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മളുടെ പിന്നെ വിരലുകൾ ഉപയോഗിച്ച് പല മുദ്രകൾ ചെയ്ത്, മുദ്രാ തെറാപ്പി എന്ന് പറയുമ്പോൾ ഒരു പെയിൻ കില്ലർ പോലെ പെട്ടെന്നാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ പലർക്കും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ചില മുദ്രകൾ ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ ഒരുപാട് വീഡിയോകൾ മുദ്രയുടെ മാത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതും തന്നെ നല്ലതായിരിക്കും. നല്ല റിസൾട്ടാണ് മുദ്ര കൊണ്ട് ഉള്ളത്. നമുക്ക് ഇപ്പം വായുവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ മുദ്ര ഒരു 2 മിനിറ്റ് പിടിക്കുമ്പോൾ തന്നെ, മുദ്ര പിടിച്ചാൽ തന്നെ പെട്ടെന്നാണ് മാറുന്നത്. മുദ്രയുടെ ക്ലാസ്സുകളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അതായത് 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ട് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വന്ന് ക്ലാസ് എടുക്കും. അപ്പോൾ അത് കുടുംബ യൂണിറ്റുകളിലൊക്കെ വിളിക്കുന്നുണ്ട്, അവിടെ പോയി ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്നൊരു തലവേദന വന്നാലും നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള കാര്യം നോക്കി നമ്മൾ തന്നെ, അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയും. അപ്പോൾ മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം 1 hour ക്ലാസ് ഉണ്ട്, 1 day ക്ലാസ് ഉണ്ട്. അത് നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണോ അതിന് നിങ്ങൾ വിളിച്ചാൽ തീർച്ചയായിട്ടും വന്ന് ക്ലാസ് എടുക്കുന്നതാണ്. അത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയാണ് ഇത് മുദ്രകൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനോ IQ ലെവൽ വർദ്ധിപ്പിക്കാനോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലതായിട്ടുള്ള ഒരുപാട് മുദ്രകളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ തല മുതൽ കാൽപാദം വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പല മുദ്രകളും നമ്മുടെ മുദ്രാശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പലർക്കും അറിഞ്ഞുകൂടാ. അത് നമ്മളാരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോലും മെനക്കെടുന്നില്ല. ഇപ്പോൾ മുനിമാരൊക്കെ തപസ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഈ ചൂണ്ടുവിരലും തള്ളവിരലും തമ്മിൽ ചേർത്ത് പിടിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്തുകൊണ്ടാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ. അത് ഒന്ന് എന്ന് പറയുന്നത് അവരുടെ അനാവശ്യ ചിന്തകൾ പുറത്തു കളയാനും, അതുപോലെ തന്നെ വിശപ്പും ദാഹവും അധികം ഉണ്ടാകാതിരിക്കാനും. ഇപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ മുദ്ര പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ, തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിക്കുന്ന മുദ്ര പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിശപ്പും ദാഹവും അറിയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരിക്കലെങ്കിലും ഒന്ന് അക്യുപഞ്ചറിൽ വന്നിട്ട് എന്താണ് ഇത് ഗുണമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ചെയ്ത് നോക്കുക. ഇത് അക്യുപഞ്ചർ മാത്രം, ഇവിടെ 1 touch നമ്മൾ ചെയ്യുന്നില്ല. 1 touch തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മളുടെ നാഡിയിൽ തൊട്ട് നോക്കിയതിന് ശേഷം, 1 touch തെറാപ്പി യഥാർത്ഥത്തിൽ അക്യുപഞ്ചറിൽ പെടുന്നതല്ല, അത് നാഡി ചികിത്സയിൽ പെടുന്നതാണ്.